ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ 40th ഡേൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വ്ളോഗിൽ ഞാൻ കേക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പാർട്ടിയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കേക്ക് ബേസസ് ഒക്കെ 2 ദിവസം മുന്നേ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പും അന്ന് തന്നെ റെഡിയാക്കി വെച്ചു. ഷുഗർ സിറപ്പ് നല്ലപോലെ ചൂടാറിയിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തത്. പിന്നെ ഈ കേക്ക്സൊക്കെ ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ റൂം ടെമ്പറേച്ചറിലാണ് വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേ ദിവസത്തേക്ക് നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ കേക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ നമ്മൾ കേക്ക്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ സ്നിക്കേഴ്സ് കേക്കും കിറ്റ്കാറ്റ് കേക്കും ആയിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സ്നിക്കേഴ്സ് കേക്ക് 2 kg ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ 8 ഇഞ്ചിൻ്റെ പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ 2 പാനിൽ 1 kg ബാറ്റർ ഒഴിച്ചിട്ട് അങ്ങനെ ടോട്ടൽ 2 kg ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 6 ലെയേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പം സ്നിക്കേഴ്സ് കേക്ക് ടോട്ടൽ 2 kgയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ സ്നിക്കേഴ്സ് കേക്കിനുള്ള കേക്ക് ഞാനിവിടെ 6 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് നേരെ ഐസിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിവിടെ 2 kgൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അത് നല്ലപോലെ തന്നെ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നല്ലപോലെ തണുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. പിന്നെ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് കാരമൽ സോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പും ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ലെയേഴ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 6 ലെയേഴ്സാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ ലെയർ ഇതാ നല്ലപോലെ തന്നെ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് ഇനി ഇതൊന്ന് നല്ലപോലെ സെറ്റായിട്ടാണ് പിന്നെ നമ്മൾ മെയിൻ ഐസിങ് ചെയ്യുക. പിന്നെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള സ്ട്രോ ഒക്കെ വെക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടില്ല, കാരണം നമ്മുടെ വീട്ടിലുള്ള ആവശ്യമായതുകൊണ്ടാണ് വെക്കാതിരുന്നത്. നമുക്ക് പുറത്തൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ സ്ട്രോ ഒക്കെ വെച്ചാൽ ഒന്നും കൂടെ സേഫാണ്. പിന്നെ ഞാൻ അതിന് ശേഷം കിറ്റ്കാറ്റ് കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പം കേക്ക് ഇതാ ഞാനിവിടെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞാനിവിടെ 1 kgൻ്റെ കേക്ക് ബേസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നല്ല ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ലെയേഴ്സിൽ കുറച്ച് കിറ്റ്കാറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ലെയേഴ്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പായിട്ട് നല്ലപോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ കിറ്റ്കാറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക.
പിന്നെ അതിന് ശേഷം തേർഡ് ലെയറും കൂടെ വെച്ചിട്ട് നല്ലപോലെ തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഞാൻ ഡോണട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ ഞാനിതാ നേരത്തെ തന്നെ റൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ പരത്തിയിട്ട് നല്ല പോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഈ ഡോണറ്റിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. കുറേ ആൾക്കാർ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഡോണറ്റ്സൊക്കെ പൊരിച്ചതിന് ശേഷം ജാർ കേക്കാണ് കേട്ടോ റെഡിയാക്കിയത്. 3 മിൽക്കിൻ്റെ ജാർ കേക്കാണ്, അതായത് ട്രസ്ലെച്ചസ് എൻ്റെ ജാർ കേക്കാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജാർ കേക്കാണ്. അപ്പോൾ അതൊരു 6 എണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ജാർ കേക്ക്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് പിസ്താഷ്യൂസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കേക്ക് ഒക്കെ മെയിനൈസിങ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബട്ട് അതൊന്നും എനിക്ക് വീഡിയോസായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാം ഇതാ അവിടെ മെയിനൈസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ റിലേറ്റീവ്സായിട്ട് ആരുമില്ല, എൻ്റെ അപ്പൻ്റെ പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 2 ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കേക്കും ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ വേറൊരു ദിവസമായിരുന്നു നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അന്നെന്ന് പറഞ്ഞാൽ കുറച്ച് കോവിഡ് കേസസൊക്കെ നല്ലോണം ഉണ്ടായിരുന്ന ടൈമായിരുന്നു. അപ്പം അങ്ങനെ റിലേറ്റീവ്സിനൊന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അളിയാക്കാൻ്റെ ഫാമിലിയിലുള്ളവർ മാത്രം വന്നിട്ടുള്ളൂ. അപ്പം എല്ലാവരും 3 സെക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആയിരുന്നു അളിയാക്കാൻ്റെ ഫാമിലിയിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് പെരി പെരി ചിക്കൻ മന്തിയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാക്ക വെച്ച് തന്നിട്ടുള്ളതാണ്. ഷാനു കാറ്ററിങ്സ് ആണ് കേട്ടോ അവിടെ കാറ്ററിങ്സിൻ്റെ നെയിം. ഇതൊരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയായിരുന്നു. നല്ല സ്പൈസിയും അതുപോലെ തന്നെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസും അടിപൊളിയായിരുന്നു. അപ്പം ഇതും കൂടെ നമ്മൾ അവർക്ക് സെർവ് ചെയ്തു. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവർക്ക് ഡെസേർട്ടായിട്ട് ഞാനൊരു സിമ്പിൾ സ്ട്രോബെറി കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പം അതും കൂടെ അവർക്ക് സെർവ് ചെയ്തു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ വന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.